ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. കഷ്ടനഷ്ടങ്ങളാൽ നീറിടുമ്പോൾ കണ്ണുനീർ താഴ്വര കടന്നിടുമ്പോൾ കഷ്ടനഷ്ടങ്ങളാൽ നീറിടുമ്പോൾ കണ്ണുനീർ താഴ്വര കടന്നിടുമ്പോൾ ശോധനയാലേറ്റം തളർന്നിടുമ്പോൾ യോബിൻ ദൈവം നിനക്കില്ലയോ? ശോധനയാലേറ്റം തളർന്നിടുമ്പോൾ യോബിൻ ദൈവം നിനക്കില്ലയോ? സംശയം വേണ്ടിനിയും മനമേ, കരുതിടുമവൻ നിനക്കായി ദിനവും. സംശയം വേണ്ടിനിയും മനമേ, കരുതിടുമവൻ നിനക്കായി ദിനവും. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു ശനിയാഴ്ച കൂടെ കർത്താവിൻ്റെ മുൻപിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം, സർവകൃപാലുവായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയല്ലോ. ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ദൈവശബ്ദത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ആമേൻ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ഗാനങ്ങൾ പാടിയതിൻ്റെ അഭിഷേകത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അല്പനിമിഷം ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ ആമേൻ മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ആദ്യത്തെ വാക്യം 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. ഇവിടെ യേശു തന്നെ പുരുഷാരത്തെ കണ്ട് അവൻ മലമേൽ കയറി തിരുവായി മൊഴിഞ്ഞത് എന്തെന്നാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. സ്തോത്രം. എന്നാൽ ഇതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആമേൻ. വളരെ ആമേൻ ദൂതുകൾ നിറയപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈ സമാധാനം ഉണ്ടാക്കുന്നവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുട്ടോ ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കുന്നത് പോലെ ഒന്നും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രഭാതത്തിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെയോ പുട്ടുണ്ടാക്കുന്നത് പോലെയോ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെയോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെയോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെയോ ഒന്നും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ആമേൻ. ഇത് മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ അതിനു വേണ്ടി ഒരുക്കി പാകപ്പെടുത്തുവാനുള്ളതാണ്. സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവശബ്ദത്തിന് വേണ്ടി എത്രത്തോളം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ ഫലമേൽപ്പിക്കപ്പെടുമോ അത്രയും ദൈവശക്തി ആ വിഷയത്തിൻ്റെ മധ്യേ വെളിപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആമേൻ സംശയമില്ല. കേട്ടോ, ദൈവശബ്ദത്തിനായി ആമേൻ സമാധാനം, ആമേൻ, എല്ലാത്തിനും ഏറ്റവും വലിയ ഒരു ദൂതാണ് സമാധാനം. അത് ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് എത്രയോ കുടുംബത്തിൽ സമാധാനമില്ല അല്ലേ? ആമേൻ. ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, ഭർത്താവിന് ഭാര്യയെ കൊണ്ട് സമാധാനമില്ല, അതിലുപരി അവർക്ക് ജനിച്ച തലമുറയെ കൊണ്ട് സമാധാനമില്ല. സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ സ്കൂളിൽ പോകാതെ വേറെ എവിടെയും കറങ്ങി നടക്കാറുണ്ട്. ആമേൻ.
അങ്ങനെയുള്ള നിറയെ വിഷയങ്ങൾ, സമാധാനത്തിന് വേണ്ടി ഒത്തിരി വിഷയങ്ങൾ മനുഷ്യൻ കുരുങ്ങിക്കിടക്കുക. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ സമാധാനമുണ്ടാക്കുന്നവരുടെ പേര് ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വിളിക്കപ്പെടും? ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പേര് വരെ തമ്പുരാൻ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആമേൻ ഈ പ്രഭാതത്തിലായിരിക്കുന്ന മുഴുവൻ അഭിഷക്തന്മാർക്കും ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ ആമേൻ, ഈ ശനിയാഴ്ച ആമേൻ, ഈ ആണ്ടിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ തന്നെ വലിയൊരു ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഈ പ്രഭാതം നമുക്കതിനു വേണ്ടി വേർതിരിച്ചിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. എത്ര ശ്രമിച്ചിട്ടും സമാധാനത്തിൽ മുമ്പിലോട്ട് പോകാൻ കഴിയാത്ത എത്രയോ വ്യക്തികൾ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? സമാധാനമില്ലാത്തത് കൊണ്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ടത് കൊണ്ട്. ആമേൻ. ഒരു നേരം പോലും സമാധാനം അനുഭവിക്കാതെ നാളുകളായി വർഷങ്ങളായി ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ദൈവകുഞ്ഞെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും പരിശുദ്ധാത്മാ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവരായി മുമ്പിലോട്ട് പോകണം. ആമേൻ. പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, സമാധാനമുണ്ടാക്കുന്നവർ. ആമേൻ. അടുത്ത 11 വാക്യം പറയുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ആമേൻ നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുന്നു. നിങ്ങളെക്കുറിച്ച് എല്ലാം കളവായി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ആരെന്നറിയാമോ? ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നിങ്ങൾ ആരെന്നറിയാമോ? ഭാഗ്യമുള്ളവരാ. കാരണം 10 വാക്യം പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നീതിക്ക് വേണ്ടി നിൽക്കുന്നവർ എന്തു ചെയ്യും? ഉപദ്രവിക്കപ്പെടേണ്ടി വരും. നീതിക്ക് വേണ്ടി നിന്ന ആമേൻ, ദാനിയേൽ സിംഹക്കൂട്ടിൽ തള്ളപ്പെട്ടു. നീതിക്ക് വേണ്ടി നിന്ന ആമേൻ, സ്നാപക യോഹന്നാൻ്റെ തലയെ അറുത്തെടുത്തു. ആമേൻ. നീതിക്ക് വേണ്ടി നിന്ന സ്തോത്രം യോസേപ്പിനെ കാരാഗൃഹത്തിൽ അടച്ചു. നീതിക്ക് വേണ്ടി നിന്ന ആമേൻ, അബ്രഹാമിനെ തകർക്കാൻ ചില വ്യക്തികൾ ഇറങ്ങിപ്പുറപ്പെട്ടു. നീതിക്ക് വേണ്ടി നിന്ന ഏലിയാവിനെ കൊല്ലാൻ ആൾ വിട്ടു. പ്രൈസ് ഗോഡ്. നീതിക്ക് വേണ്ടി നിന്ന ആമേൻ, അഭിഷക്തന്മാരെ ഒതുക്കാൻ കാലാകാലങ്ങളിലും ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രഭാതവേള ആമേൻ, സ്തോത്രം, ഒരു നീതിക്ക് വേണ്ടി അലയുന്ന കർത്താവിൻ്റെ അഭിഷക്തനെ സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ഒരു ദൈവപൈതലിനെ തകർക്കാൻ ഉലകത്തിലൊരു മനുഷ്യരും കഴിയത്തില്ലെന്നേ. ആമേൻ. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മരിക്കുവാൻ വേണ്ടിയല്ല, ജീവിച്ചിരുന്ന് ആമേൻ, സ്തോത്രം, ദൈവമഹത്വം കണ്ട് സന്തോഷിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രസൻസിന് നമ്മളെപ്പോഴും വില കൊടുക്കണം. സ്തോത്രം. എല്ലായ്പ്പോഴും കർത്താവ് ഇറങ്ങി വരത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു തടസ്സം സംഭവിച്ചു എന്ന് കർത്താവിന് മനസ്സിലായാൽ കർത്താവ് ആകാശം ചാച്ചിറങ്ങി നമ്മളുടെ മധ്യേ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കും. ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ആമേൻ, നിങ്ങൾ നീതിക്ക് വേണ്ടി, നീതി നിങ്ങളുടെ മുമ്പിൽ തള്ളപ്പെട്ടുവോ, നീതി നിഷേധിക്കപ്പെട്ടുവോ, നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടെ വായിച്ചത്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ,
അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. 10-ാം വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നിങ്ങളാരാ? ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നിങ്ങൾ ഭാഗ്യവാന്മാർ. കാരണം ഈ പടകിലേക്ക് കയറിയത് കൊണ്ട്, ഇത് യേശു സഞ്ചരിക്കുന്ന പടകാണ്. ഈ പ്രഭാതത്തിൽ ഈ പടകിൽ കയറി സഞ്ചരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കൊരവസരം ഒരുക്കട്ടെ. ആമേൻ. സ്തോത്രം. ആ പാട്ടുകാരൻ പാടിയതുപോലെ, ആമേൻ, നാവ് പോരായേ നിൻ്റെ നാമത്തെ വർണ്ണിക്കാം. ഇന്ന് പകൽ കർത്താവിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല കർത്താവേ, പ്രഭാത വിളയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. അപ്പോൾ അത്ഭുതം ചെയ്യണമേ. സകല മഹത്വം കർത്താവ് എടുക്കണം. ജനത്തെ അപ്പൻ്റെ പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ദൈവകൃപയിൽ പൊതിയണം. ഈ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തരുമാറാകണം. കരകളിലേക്ക് താഴ്ത്തുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.